بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശാനി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു الداعي إلى رضواني. أما بعد فإن أحسن الحديث كتاب الله وأحسن الهدي هدي محمد رسول الله وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وعليكم بالجماعة فإن يد الله على الجماعة ومن شذ شذ في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. മാന്യ സഹോദര സഹോദരിമാരെ, സദസ്യരെ, അതിഥികളെ, ശ്രോതാക്കളെ, സർവശക്തനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. കേൾക്കുന്ന ഉപദേശങ്ങൾ നിന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ പരിശ്രമിക്കുക. പുണ്യഭൂമിയുടെ പവിത്രതയെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിക്കാൻ ഇവിടെ താമസിക്കുന്നവർ പ്രത്യേകിച്ച് പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ആരെയും കൂസാതെ മടിക്കാതെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ പൊക്കിപ്പിടിക്കലിലൂടെയാണ് നമുക്ക് അന്തസ്സും അഭിമാനവും അടക്കിയെടുക്കാൻ സാധിക്കുക എന്ന വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് കുതിക്കാൻ മുസ്ലിം സഹോദര സഹോദരിമാർ പരിശ്രമിക്കുക. അള്ളാഹു ഇതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മക്കയിൽ നടന്നതായ സബ്ജക്റ്റ് ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമൈദ് ചർച്ച ചെയ്തതായ വിഷയം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ കാര്യത്തിൻ്റെ പ്രധാന ഭാഗമാണ്. ആ വിശ്വാസപരമായ കാര്യത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യവും ആയതായ എല്ലാ സാഹോദര്യ ബന്ധം പുലർത്തുക, അതുപോലെ തന്നെ ചാർച്ച ബന്ധങ്ങൾ പുലർത്തുക, അപ്രകാരം തന്നെ അയൽവാസികളുടെ അവകാശങ്ങൾ നിറവേറ്റുക, അവശരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, യതീം മക്കളുടെ, അനാഥകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതുപോലെയുള്ളതായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ എല്ലാ ഭദ്രതകൾ കണ്ടെത്തുക എന്നത് മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ, അവർ ഉൾക്കൊള്ളുന്ന തൗഹീദിനെ പൊക്കിപ്പിടിക്കാൻ, അതിനെ ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും ആകർഷിക്കാൻ വളരെ അനിവാര്യമായ ഭാഗമാണ് എന്നതാണ് രത്നചുരുക്കം.
അത് യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവത്തിലൂടെ അറിയാവുന്ന ഭാഗമാണ്. കാരണം നാം അഥവാ കേരളീയര് ഇതര മതസ്ഥരുമായി കലർന്ന് ജീവിക്കുന്നവരാണ്. ആ സന്ദർഭത്തിൽ നാം ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ, അവരയൽവാസികളാണെങ്കിൽ ഉദാഹരണത്തിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അവർക്ക് നൽകുക, അവർ നമ്മോട് പോരാടുന്നവരല്ലെങ്കിൽ അവരോട് പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറുക. ഈ നയം നാം സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മോട് സ്നേഹവും മതിപ്പും ഉടലെടുക്കും. അപ്രകാരം അവര് ഭാവിയിൽ ഒരു പക്ഷേ അള്ളാഹു അവരെ ഹിദായത്തിലാക്കാൻ കാരണമായി തീരുകയും ചെയ്യും എന്നത് നമുക്ക് പരിചയമുള്ളതായ യാഥാർത്ഥ്യമാണ്. ഈ കാര്യം മുസ്ലിങ്ങൾ സദാ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. അവരുടെ പരിസരത്തെ ഇമാമ് എത്രത്തോളം പറഞ്ഞു, 40ഓളം വീടുകൾ അയൽവാസികളുടെ അവകാശം നേടാൻ അവകാശികളാണ് എന്ന് അദ്ദേഹം ഹദീസിന്റെ സഹായത്തോടു കൂടി ഉണർത്തി. 40 പോയിട്ട് 4 വീടുകളെപ്പോലും നമുക്ക് പരിചയമില്ല, നാം പരിചയപ്പെടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി പരിചയമുണ്ടെങ്കിൽ തന്നെ അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നൽകാറില്ല. ഇന്നത്തെ ജീവിത ശൈലി, മദനീയത്ത് എന്ന അറബി ഭാഷയിൽ പറയുന്നതായ പട്ടണ ജീവിതം, അത് പണ്ടുള്ളതായ ഇസ്ലാമിന്റെ നിയമങ്ങൾ നടപ്പാക്കുന്നതിന് തടസ്സമായി മാറിയോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതെ, അതാണ് നാം കാണുന്നത്. ഒരു കെട്ടിടത്തിൽ 20 ഫ്ലാറ്റ് ഉണ്ട്. 20 ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ സ്ഥിതിഗതികൾ പരസ്പരം അന്വേഷിക്കാറുണ്ടോ, അറിയാറുണ്ടോ, മനസ്സിലാക്കാറുണ്ടോ? അല്പകാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞു, ഒരു വ്യക്തി ഒരു 5 നില കെട്ടിടത്തിൽപ്പെട്ട ഒരു വ്യക്തി മരിച്ച വാർത്ത താഴെ താമസിക്കുന്ന ആൾ അറിഞ്ഞത് 14 ദിവസം കഴിഞ്ഞ ശേഷമാണെന്നാണ്. ഒരു കെട്ടിടത്തിന്റെ അകത്ത് നടന്ന വാർത്തയാണ് പറയുന്നത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പാടുള്ളതല്ല. കാരണം മുസ്ലിം ഏത് സമയത്തും സാമൂഹ്യ ജീവിയായി ജീവിക്കേണ്ട ആളാണ്. അവന്റെ പരിസരത്തെ കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കേണ്ടവരാണ്. മല്ലം യഹ്തമ്മ ബിഅംരിൽ മുഅ്മിനീന ഫലൈസ മിൻഹും. മുഅ്മിനീങ്ങളുടെ, മുസ്ലിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ അവരിൽപ്പെട്ടവരല്ല എന്ന നയമാണ് നാം പഠിച്ചു വരുന്നത്. ആ തത്വം നാം നമ്മുടെ ജീവിതത്തിന് എല്ലാ തുറകളിൽ നടപ്പാക്കുകയാണെങ്കിൽ പിന്നെ കുടുംബവുമായി ബന്ധമില്ലാതിരിക്കുക, കുടുംബത്തിനെ സഹായിക്കാതിരിക്കുക, കുടുംബവുമായിട്ട് ചർച്ച ബന്ധം പുലർത്താതിരിക്കുക, ഇതൊന്നും പിന്നെ പാടുള്ളതേ അല്ല. അയൽവാസികളെ സംബന്ധിച്ചിടത്തോളം ജിബ്രീൽ അലൈഹിസ്സലാം വളരെ കർശന ശൈലിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരിച്ചു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ, സത്യവിശ്വാസിയാകാൻ സാധിക്കുക തന്നെയില്ല, അല്ലാഹുവിനെ തന്നെയാണ് ആ സത്യം. ഏതുവരേക്കും മല്ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. ഒരു അയൽവാസി അവന്റെ കൂട്ടുകാരനായ അയൽവാസിയുടെ ഒരു വ്യക്തി, അവന്റെ കൂട്ടുകാരനായ അയൽവാസി ആ വ്യക്തിയിലുള്ളതായ ശർറിനെ തൊട്ട് സുരക്ഷിതത്വം നേടുന്ന കാലഘട്ടത്തോളം, അഥവാ ഒരു മുസ്ലിം അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഒന്നിരിക്കലോ ടെലിവിഷന്റെ ശബ്ദം, അല്ലെങ്കിൽ റേഡിയോയുടെ ശബ്ദം, അല്ലെങ്കിൽ കുട്ടികളുടെ ശബ്ദം, അല്ലെങ്കിൽ കളിക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ നൂലാമാലകളുടെ ശബ്ദം, അല്ലെങ്കിൽ തോന്നിവാസം കാട്ടുന്ന വിദഅത്ത് കാട്ടുന്ന ശബ്ദം, അങ്ങനെ ഏത് രൂപത്തിലും ഒരു അയൽവാസിയെ മറ്റൊരു അയൽവാസി ദ്രോഹിക്കുക എന്നത് റസൂൽ പറയുന്നു, ആ ദ്രോഹം കാരണത്താൽ ഇവൻ സത്യവിശ്വാസി അല്ലേ അല്ല, വല്ലാഹി ലാ യുമിൻ എന്നാണ്, സത്യവിശ്വാസി അല്ലേ അല്ല എന്ന് റസൂൽ തീർത്ത് പറയുന്നു. അപ്പോൾ ഒരു അയൽവാസിയുടെ അവകാശം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു മുസ്ലിം സത്യവിശ്വാസി ആവേണമെങ്കിൽ, അവന്റെ ഈമാൻ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അനിവാര്യമാണെന്ന് പഠിപ്പിക്കും പോലെ ഈ കാര്യമാണ് ഇന്ന് മക്ക ഇമാമ് തീർത്ത് പറഞ്ഞത്. മുസ്ലിം ലോകത്തോട് നാം നമ്മുടെ പരിസരത്തിന്റെ അവകാശം നിറവേറ്റുമ്പോഴാണ് നാം റബ്ബിന്റെ അവകാശം നിറവേറ്റിയവരായി മാറുക. നമ്മുടെ റബ്ബിന് നാം നൽകുന്ന അവകാശങ്ങളുടെ ഭാഗമാണ് പരിസരത്തിലുള്ള അവകാശം നിറവേറുക. എത്രത്തോളം പരലോകത്തിൽ സ്വർഗത്തിന്റെ വാസന ശ്വസിക്കുക പോലുമില്ല നാം, അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം, മുസ്ലിം ഭരണകൂടം സംരക്ഷണം നൽകിയതായ ഒരു അമുസ്ലിമിനെ കൊന്നവൻ എവിടേക്കെത്തി? ഒരു അമുസ്ലിം, അവന് സൗദി ഗവൺമെന്റ് അല്ലെങ്കിൽ മുസ്ലിം ഗവൺമെന്റ് കഫാലത്ത് നൽകി, ഇഖാമ നൽകി, ഇവിടെ താമസിക്കാൻ സൗകര്യപ്പെടുത്തി. എന്നാൽ അങ്ങനെയുള്ള ഒരു അമുസ്ലിമിനെ കൊല്ലുന്നവന് സ്വർഗം ശ്വസിക്കാൻ പറ്റുകയില്ല എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അത്രയും നാം
മറ്റുള്ളവർക്ക് നമ്മുടെ ദീനിന്റെ മഹിമ, അതിന്റെ ബഹുമതി, അതിന്റെ പ്രത്യേകത പൊക്കിക്കാണിക്കേണ്ടതായ വിഭാഗമാണ് നാം. അങ്ങനെയായിരുന്നു നമ്മുടെ നേതാക്കൾ പണ്ട് ജീവിച്ചത്. അങ്ങനെ അവർ ജീവിച്ചത് കാരണത്താൽ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്, ഞാൻ കേൾപ്പിക്കാറുള്ളതാണ്. വിഷയത്തിന് പരിപൂർണതയ്ക്ക് മടക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മദീനയുടെ കഥ, മദീനയിൽ നമ്മുടെ നേതാക്കൾ പണ്ട് ജീവിച്ച കാലഘട്ടം. ഇവിടെ റസൂല് വന്നപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. റസൂൽ മരിക്കുന്നത് വരെ ഈ നാട്ടിൽ അമുസ്ലിങ്ങളുണ്ട്. മരിക്കുന്നവരെ ഇവിടെ ആരുണ്ട്? അമുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, അല്ലേ? നമുക്കറിയാം. അലി ഇബ്നു അബി താലിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ വസിയത്ത് പറഞ്ഞതായ 2 മതം ഇവിടെ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന ആ തത്വം നടപ്പാക്കിയത് അലിയുടെ കാലഘട്ടത്തിലാണ്. അതുവരേക്കും പല കാരണത്താൽ അവർ ഇവിടെ ഉണ്ട്. കാരണം അവരുടെ ആവശ്യം മുസ്ലിങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട്. അവരുടെ ആവശ്യം കൃഷികളും പ്രത്യേക പ്രവർത്തനങ്ങൾ അറിയുന്നവരും ആയതുകൊണ്ട് അവരെ ഇവിടെ ഇന്ന് നാം കഫാലത്ത് എന്ന് പറയുന്നു, അന്ന് ഹലീഫ് എന്ന് പറയുന്നു. ഈ മുസ്ലിങ്ങളുടെ ഹലീഫായിട്ട് അവര് വർക്ക് ചെയ്യുകയായിരുന്നു. ആര്? ജൂതന്മാരെ പോലത്തതായ മറ്റു മതസ്ഥർ. ഏതുവരെ? റസൂലുള്ള ജീവിക്കുന്ന കാലഘട്ടത്തിലും അലി ഇബ്നു അബി താലിബിന്റെ കാലഘട്ടം വരേക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലെല്ലാം ആ മുസ്ലിങ്ങൾ എന്ന് നാം പറയുന്ന, അല്ലെങ്കിൽ ജൂതന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിഭാഗത്തിന് വളരെ കൂടുതൽ സുരക്ഷിതത്വം ലഭിച്ചിരുന്നത് മുസ്ലിങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ്. ജൂതന്മാരുടെ മധ്യത്തിൽ ജീവിക്കുമ്പോഴല്ല. ജൂതന്മാരുടെ മധ്യത്തിൽ അവർ അഥവാ ഷാമിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഭാര്യമാരെ അവരുടെ മധ്യത്തിൽ ഒഴിവാക്കി പോവുകയില്ല. പേടിയാണ് ജൂതന്മാർക്ക്, ജൂതന്മാരെ പേടി. പക്ഷേ മുസ്ലിങ്ങളെ പേടിയില്ല. മുസ്ലിങ്ങൾ ജീവിക്കുന്നതായ ആ മേഖലകളിൽ വീടിന്റെ വളരെ വില കൂടുതൽ, ഭൂമിക്ക് വില കൂടുതൽ, വീടിന്റെ വാടക കൂടുതൽ. എന്തേ? അവിടെ അമുസ്ലിങ്ങൾ വന്ന് അഥവാ ജൂതന്മാർ വന്ന് താമസിക്കാൻ വരെ പ്രേരണ നൽകപ്പെടുന്നതായ സ്ഥലങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളതായ ഒരു സമൂഹത്തെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തത്. അതെ, അങ്ങനെ അയൽവാസികൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുകയും അതേ സമയത്ത് നമ്മോട് ശത്രുക്കളായി മാറുകയും ആ ശത്രുത പ്രഖ്യാപിക്കുകയും നമ്മുടെ ദൈവത്തിന് വിലങ്ങതടിയാവുകയും ചെയ്യുകയാണെങ്കിൽ അവരോട് പെരുമാറേണ്ട പെരുമാറ്റം വേറെയാണ് എന്നത് നമുക്കറിയാം. ഇത് യഥാർത്ഥത്തിൽ വർഗീയതയോ അല്ലെങ്കിൽ ക്രൂരതയോ ഒന്നും തന്നെയല്ല. ഇത് അനുഗ്രഹത്തിന്റെ ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തിയതായ മതം. ആ മതത്തിന്റെ തത്വത്തെ അംഗീകരിക്കാത്തവരോട് കാട്ടുന്നതായ മര്യാദയാണ്. ആ മതത്തിന്റെ തത്വത്തിനെ അംഗീകരിക്കാത്ത, ആ മതത്തിന്റെ തത്വത്തിനെ അംഗീകരിക്കാത്ത വിഭാഗത്തോട് കാട്ടുന്ന മര്യാദ മാത്രമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ഇങ്ങനെയാകുമ്പോൾ മക്ക ഇമാമ പറഞ്ഞതുപോലെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, അയൽവാസികളോടുള്ളതായ അവകാശം പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയിട്ടുണ്ട് ആ ഭാഗം. ആ അയൽവാസികൾക്ക് വേണ്ടി നമ്മുടെ കൂട്ടാനിന്റെ വെള്ളം വർദ്ധിപ്പിക്കാൻ ആയിഷയോട് റസൂല്, അത് മക്ക ഇമാം ഇന്ന് ഉണർത്തുകയുണ്ടായി. കൂട്ടാനിന്റെ വെള്ളം വർദ്ധിപ്പിക്കാൻ. മാംസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മാംസമില്ലെങ്കിലും മാംസം അല്പമാണ്. പക്ഷെ ആ മാംസത്തിലൂടെ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ ആ വാസന അയൽവാസികൾ കേട്ടുകഴിഞ്ഞാൽ അവരുടെ കൂടെ ഭക്ഷണമില്ലെങ്കിൽ അവര് പ്രയാസപ്പെടും. ആ പ്രയാസം നീക്കാൻ വേണ്ടി വെള്ളം വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റസൂല് പറഞ്ഞു. ഈ കാലിന്റെ, നമ്മൾ ആടക്കാർത്താൽ കാലിന്റെ ഭാഗം മുറിച്ച് കളയലാണല്ലേ, അല്ലേ? പക്ഷെ സൂപ്പാക്കാൻ വേണ്ടി ഇത് എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെച്ചിട്ട് അതിനെ വിൽക്കപ്പെടുകയും ചെയ്യും. ആ സൂപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ഭാഗമുണ്ടല്ലോ, ആ ഭാഗങ്ങളവരേക്കും നീ നിസ്സാരമായി കാണരുത്. അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അയൽവാസികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചു കൊടുക്കണം. ഒരു മഅറൂഫ് നന്മയാണെങ്കിൽ ആ നന്മ ചെറുതാണെങ്കിൽ ചെറുതായി നീ കാണരുത് എന്ന് ആയിഷയോട് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പാഠം പഠിപ്പിക്കുന്നു. അപ്പോൾ എത്രമാത്രം അവകാശം നൽകണമെന്ന് നിർബന്ധമുള്ള മതമാണ് നമ്മുടെ മതം എന്നത് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യാവകാശത്തെ ചൂഷണം ചെയ്യുകയും മനുഷ്യാവകാശത്തോട് ചോദ്യം ചെയ്യുകയും മനുഷ്യാവകാശത്തിന് ശരിക്ക് നശിപ്പിക്കുകയും അവകാശം ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ അവകാശം പറഞ്ഞു വരുന്നതായ വിഭാഗം. നാമാണ് ലോകത്തിന് അവകാശം പഠിപ്പിച്ചവര്. നമ്മിലൂടെയാണ് ലോകം മനുഷ്യാവകാശം പഠിക്കേണ്ടത് എന്നതുകൂടി കൂട്ടിച്ചേർത്ത് ഈ വിഷയം പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സഹോദര സഹോദരിമാരെ, ഇത് മക്ക ഇമാമിന്റെ പ്രസംഗത്തിന്റെ ഷോർട്ടായ ഭാഗം മാത്രമാണ്.
വീണ്ടും വേണമെങ്കിൽ വിഷയത്തിലേക്ക് മടങ്ങാം. മദീന ഇമാമ നിങ്ങൾ നേരിട്ട് കേട്ടതായ ഖുതുബയിലൂടെ സംസാരിച്ചതായ വിഷയം എന്താണ്? തസ്ബീഹ്. അല്ലേ? എല്ലാവർക്കും അറിയുന്ന സബ്ജക്റ്റാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, 78 തവണ ഖുതുബ കഴിഞ്ഞ ശേഷം ഖുർആൻ പരിശോധിച്ചു നോക്കിയപ്പോൾ തസ്ബീഹ് എന്ന പദം വിട്ടുകിടക്കുന്നതായിട്ട് കണ്ടു. 78 തവണ. അപ്പോൾ വളരെ പ്രാധാന്യം നൽകേണ്ട, വളരെ ഗാംഭീര്യത ഉൾക്കൊള്ളുന്ന, വളരെ നന്നാക്കി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇമാം ഊന്നിപ്പറഞ്ഞത് തക്ലീഫ് നൽകപ്പെട്ടവരോട് തസ്ബീഹ് ചെയ്യാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ച രംഗത്തെക്കാളും കൂടുതൽ തക്ലീഫ് നൽകപ്പെടാത്തവരോട് ആ വിഭാഗം എങ്ങനെയാണ് റബ്ബിനെ സ്തുതികീർത്തനം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്ന ഭാഗത്തിലേക്കാണ് മൂപ്പർ ഊന്നിപ്പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവര് കാട്ടുമ്പോൾ നാം എന്ത് കാട്ടണം എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഖുതുബ സമാപിച്ചത്. മദീനയിൽ നടന്നതായ ഖുതുബയിൽ ഡോക്ടർ ആരാണ്? അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം. ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം അദ്ദേഹത്തിന്റെ ആദ്യ ഖുതുബയിൽ ഏകദേശം തസ്ബീഹിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞതോടൊപ്പം അക്കൂട്ടത്തിൽ കുല്ലുൻ ഖദ് അലിമ സലാതഹു വ തസ്ബീഹ, എല്ലാ വ്യക്തിയും, എല്ലാ ശക്തിയും, എല്ലാ സാധുവും, എല്ലാ സാധനങ്ങളും, എല്ലാ ജന്തുക്കളും ഭൂമിയിൽ അള്ളാഹു അവരവരുടെ സലാത്തിനെ, അവരവരുടെ തസ്ബീഹിനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു പൊതു നിയമമായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ ലോകത്ത് ജീവിക്കുന്ന സർവചരാചരങ്ങൾ, മനുഷ്യന്മാര്, ജിന്നുകൾ, മുസ്ലിം ആവട്ടെ അമുസ്ലിങ്ങളാവട്ടെ, അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായി വർക്ക് ചെയ്യുന്നു. അടിമയായി വർക്ക് ചെയ്യുന്നവരിൽ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവർ മാത്രം കീഴ്പ്പെട്ട് വർക്ക് ചെയ്യുന്നു. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്തവരോ കീഴ്പ്പെടാതെ വർക്ക് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഒരു മുസ്ലിം നടക്കേണ്ടത് അള്ളാഹ് ശിക്ഷിച്ച രൂപത്തിൽ രണ്ട് കാല് കൊണ്ട് നടക്കുന്നു, മുന്നോട്ട് നടക്കുന്നു, കുടിയാൻ വിചാരിച്ചാൽ മുന്നോട്ട് കുടിയുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ അവന്റെ ദിനചര്യയായിട്ട് നടക്കുന്നതാണ്. അതിന് വിപരീതമായിട്ട് അവന് ചെയ്യാൻ പറ്റൂല, അവന് ജീവിക്കാൻ പറ്റൂല. ഇതുപോലെ മുസ്ലിമും, അല്ലെ? ഇതുപോലെ മുസ്ലിമും. എന്തുകൊണ്ട്? അള്ളാഹിന്റെ ശിക്ഷിപ്പ് അങ്ങനെയാണ്, അള്ളാഹിന്റെ തീരുമാനം അങ്ങനെയാണ്. അള്ളാഹു ആ തീരുമാനിച്ച തീരുമാനത്തിന് വിപരീതം അമുസ്ലിമിനെ വരേക്കും എന്ത് ചെയ്യാൻ പറ്റൂല, ജീവിക്കാൻ പറ്റൂല. അള്ളാഹിന്റെ ആ തീരുമാനത്തിനെതിരിൽ അമുസ്ലിമിനെ വരേക്കും ജീവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ തൗഅൻ ഔ കർഹ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹിനെ അനുസരിക്കുന്ന ഒരു അനുസരണമുണ്ട്. ആ അനുസരണത്തിൽ ആരും പങ്കുചേരുന്നു? അമുസ്ലിങ്ങൾ വരെ പങ്കുചേരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദാസനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, അവരാണ് ആര്? നാം. എന്നാൽ ഈ രണ്ട് വിഭാഗവും കീർത്തിക്കപ്പെട്ടവരാണ്, തക്ലീഫ് ചെയ്യപ്പെട്ടവരാണ്. അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന ബാധ്യത അവർ ഏറ്റെടുത്തവരാണ്. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിലിട്ട ഒരു വിഭാഗം ആ ഏറ്റെടുത്ത ബാധ്യത നിർവഹിക്കാതിരിക്കുന്നു, ഒരു വിഭാഗം ഏറ്റെടുത്ത ബാധ്യത നിർവഹിക്കുന്നു എന്നതാണ്. ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു വിഭാഗമുണ്ട്. അതേതാണ്? ജമാദാത്തുകൾ, ഹയവാനാത്തുകൾ, ജന്തുക്കൾ. ഇവരൊക്കെയോ അവർക്ക് തക്ലീഫുണ്ടോ? ഇല്ല, അവർക്കാർക്കും തക്ലീഫില്ല, അല്ലേ? ആടിനോടും പോത്തിനോടും നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ല. പക്ഷേ റബ്ബ് പറയുന്നു, യുസബ്ബിഹു ലഹു അസ്സമാവാതു അസ്സബ്ഉ വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വതും റബ്ബിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, തസ്ബീഹുകൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയുള്ള സർവ്വതും തസ്ബീഹ് ചെല്ലുന്നു. റബ്ബ് പറയുന്നു, ഖുർആനാണ്, എതിർക്കാൻ പറ്റൂല. ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, തള്ളാതെ വെക്കാൻ പറ്റൂല. അവന് ബുദ്ധിയില്ലാതെ വെക്കേണ്ടി വരും, ഭ്രാന്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അള്ളാന്റെ കലാമാണ്. ഇവിടെയുള്ള സർവ്വതും തസ്ബീഹ് ചെല്ലുന്നു. പക്ഷെ അള്ളാഹ് പറയുന്നു, വലാകിൻ, പക്ഷേ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്ക് അവരുടെ തസ്ബീഹിന്റെ കോലം, അതിന്റെ ശൈലി, അതിന്റെ രീതി, അതിന്റെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ബുദ്ധിക്ക് ഗോചരമല്ല. നിങ്ങളുടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഞാൻ നൽകിയിട്ടില്ല.
നിങ്ങൾക്ക് അറിഞ്ഞോളമെന്നില്ല. നിങ്ങൾക്ക് അറിയാത്തതൊക്കെ ഇല്ലാന്നോ? നമുക്ക് അറിയാത്തതൊക്കെ ഇല്ലാന്നോ? എന്ന് കേട്ട് പലരും അമേരിക്ക കണ്ടിരിക്കുകയില്ല. പക്ഷെ അമേരിക്ക ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ സാധനമുണ്ട്. കാരണം തെളിവ് സഹിതം പോയവർ കണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ് എന്നതുപോലെ തെളിവ് സഹിതം അല്ല പറയുന്നു, ശിക്ഷിച്ച റബ്ബ് പറയുന്നു, എല്ലാവരും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചെയ്യുന്നുണ്ട്. കീർത്തിക്കപ്പെട്ടവരെല്ലാവരും അവരോട് തസ്ബീഹ് എല്ലാം കീർത്തിച്ചിട്ടില്ല റബ്ബ്. മനസ്സിലായില്ലേ? വലാകിൻ ലാ തഫ്തഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. അവൻ വളരെ ക്ഷമ കൈകൊള്ളുന്ന ആളാണ്, വളരെ മാഫി ചെയ്യുന്ന ആളാണ്. എന്തേ ഈ പദം അവിടെ ഉപയോഗിച്ചു? പറയും പോലെ, നമ്മെ ഉണർത്തും പോലെ, ഈ കീർത്തിക്കപ്പെടാത്തവർ തസ്ബീഹ് ചൊല്ലുമ്പോൾ കീർത്തിക്കപ്പെട്ട നിങ്ങൾ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് അള്ള കാണാത്തത് കൊണ്ടല്ല, അള്ള ക്ഷമ വളരെ വർദ്ധിച്ച ആളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായ വീഴ്ചകൾക്ക് അള്ള മാഫ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് അള്ള മാഫ് ചെയ്യുന്നവനാണ്, അള്ള ക്ഷമ ഉള്ള ആളാണ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ആയത്ത് സമാപിക്കുന്നത്. അതെ, അതാണ് ഞാൻ നേരത്തെ ഓതിയ ആയത്ത്. കൊല്ലും നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പക്ഷികൾക്ക് രാവിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ പക്ഷി മിണ്ടുന്നുണ്ടാവില്ല, ശ്രദ്ധിച്ചു കാണും. വൃക്ഷത്തിന്റെ അവിടെ ഇവിടേക്ക് നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പക്ഷികളൊക്കെ ഇങ്ങനെ തസ്ബീഹുകൾ, അവരുടെ തസ്ബീഹാണത്, ചെല്ലാൻ ആരംഭിച്ചു. അർദ്ധരാത്രി പോയ തസ്ബീഹ് കേൾക്കുമോ? അർദ്ധരാത്രി നിങ്ങൾ പക്ഷികളുടെ തസ്ബീഹ് കേൾക്കാറുണ്ടോ? പക്ഷികളുടെ തസ്ബീഹ് എപ്പോഴാണ് കേൾക്കുക? ആ തസ്ബീഹ് ചെല്ലേണ്ട സമയമാകുമ്പോൾ എല്ലാവരും ഉണർന്നു. ആദ്യമായിട്ട് ഉണരുന്നത് പക്ഷികളുടെ കൂട്ടത്തിൽ പൂവൻകോഴിയാണ്. പൂവൻകോഴി നിങ്ങൾ നോക്കൂ, അത്താസമയമായാലൊക്കെ കൂകുന്ന കേൾക്കാം. എന്തേ? മലക്കുകൾ ആസന്നമാകുന്നു, അള്ളാഹു ഒന്നാം ആകാശത്തിൽ പ്രകടമാകുന്നു. ചോദിക്കുന്നവർ ചോദിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യാൻ തയ്യാറാണെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരുന്നു. ആ സന്ദർഭത്തിൽ അർദ്ധരാത്രി സമയത്ത് ചില പൂവൻകോഴികൾ കൂക്കുന്ന കേൾക്കാം. റസൂല് പറയുന്നു, പൂവൻകോഴികൾ കൂക്കുന്ന കേട്ടാൽ നിങ്ങൾ റബ്ബിനോട് വേണ്ടത് ചോദിച്ചോളീൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. എന്തേ? തസ്ബീഹ് ചൊല്ലുന്നു പൂവൻകോഴികൾ എന്നതുകൊണ്ടാണ്. കോഴികളിലൂടെ, കീർത്തിക്കപ്പെടാത്തവരിലൂടെ അവര് അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന സന്തോഷ വാർത്ത. സുബ്ഹാനല്ലാഹ്. സഹോദര സഹോദരിമാർ, ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. യാ ജിബാലു ഔവിബി മഅഹു വത്തൈർ. ഏ പർവ്വതമേ ചൊല്ലൂ തസ്ബീഹ്. ആരോടുകൂടി? ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് കൂടി. ദാവൂദ് നബി അലൈഹി സ്വലാം സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയാണ്. ദാവൂദ് നബി അലൈഹി സ്വലാം അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ അതിസുന്ദര ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം ആ സുന്ദരമായ ശബ്ദത്തിലൂടെ ഇങ്ങനെ റബ്ബിന്റെ സ്തുതികീർത്തനങ്ങൾ സബൂറിലൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ഏറ്റ് പാടുന്നവരാരാണ്? പർവ്വതങ്ങൾ. ഇത് ആലങ്കാരിക പദങ്ങളൊന്നുമല്ല കൂട്ടരെ, കവികൾ പറയുന്നതായ നൂലാമാലകളുമല്ല, എല്ലാ കവികളും അല്ല, അനിസ്ലാമിക കവികൾക്ക് ഉണ്ടല്ലോ, കവികൾ ഇങ്ങനെ പെണ്ണ് നോക്കിയിട്ട് പറയാ, എടി നീ ചന്ദ്രനെ പോലെയാണെന്നൊക്കെ പറയും. ആ പറയുന്നതായ ആലങ്കാരിക പദമല്ല ഇത്. മനസ്സിലായില്ലേ? റബ്ബ് പറയുകയാണ്, പർവ്വതം മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമോട് കൂടി അള്ള കൽപ്പിക്കുന്ന ആ പർവ്വതത്തോടുകൂടി നീ തസ്ബീഹ് ചൊല്ലൂ, നീ റബ്ബിനെ സ്തുതികീർത്തനം ചെയ്യൂ. ഈ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം സമാണ്. ഒരാള് മനുഷ്യൻ അള്ള സൃഷ്ടിച്ചത്, മറ്റാള് പർവ്വതം അള്ള സൃഷ്ടിച്ചത്, രണ്ടും അള്ളാന്റെ സൃഷ്ടിയാണ്. ഈ സൃഷ്ടിയെ കൊണ്ട് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ സംസാരിപ്പിക്കുന്നു, ആ സൃഷ്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചതുപോലെ, അത്രയേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല. അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ എന്ന് പറയാനുമില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് യോജിച്ച രൂപത്തിൽ തഫ്സീർ എഴുതാൻ തീരുമാനിച്ച ആൾക്ക് തഫ്സീർ എഴുതാൻ പറ്റിയിട്ടില്ല. ശരിക്ക് എല്ലാ സ്ഥലത്തും വളച്ചൊടിക്കേണ്ടി വന്നു. ചില സ്ഥലത്തിലൊക്കെ ബുദ്ധിക്ക് ഗോചരമല്ലാത്ത രൂപത്തിൽ മൂപ്പരുടെ ബുദ്ധിയെ വളച്ചൊടിച്ചിട്ടുണ്ടാക്കിയ അർത്ഥങ്ങൾ, അങ്ങനെയുള്ള തഫ്സീറിന് കേരള ഗവൺമെന്റ് അവാർഡ് നൽകിയിട്ടുണ്ട് പണ്ടൊരു കാലഘട്ടത്തിൽ. അറിയില്ലേ? അറിയില്ലെങ്കിലും ശ്രദ്ധിച്ചോളി, സൂക്ഷിക്കാൻ വേണ്ടി തന്നെ അങ്ങനെയുള്ളവരുടെ തഫ്സീറിനെ CN അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയതായ പുസ്തകം അങ്ങനെയുള്ള പുസ്തകമാണ്. അള്ളാന്റെ കലാമിലേക്ക് വേണ്ടാത്തത് കൂട്ടിച്ചേർത്ത മനുഷ്യനാണ്. അങ്ങനെ കൂട്ടിച്ചേർത്ത കൂട്ടത്തിൽ ബുദ്ധിക്ക് ഗോചരമല്ലാത്തതിനൊക്കെ അദ്ദേഹം മാറ്റിമറിച്ചു വെക്കുകയും ചെയ്തു. അതേ തത്വങ്ങൾ പേറി നടക്കുന്നവർ, അറിവില്ലാത്തവരിൽ ഇപ്പോഴും കേരളത്തിലുണ്ട്. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. രക്ഷപ്പെടാൻ
വഴി ഇമാം ഷാഫി പറഞ്ഞതുപോലെ, നമ്മുടെ ഇമാമുകൾ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തിന് പിന്നാണ് നടക്കുക. സുന്നത്ത് പരിചയമില്ലാത്തവന് ദീൻ അറിയുകയില്ല എന്നാണ് ഇമാം ഷാഫിയുടെ വെപ്പ്. പണ്ഡിതന്മാരുടെ മുമ്പിൽ പിന്നിലേക്ക് ആ സലഫ് സാലിഹ്യങ്ങൾ ജീവിച്ച ജീവിതത്തിലേക്ക് നാം മടങ്ങിയില്ലെങ്കിൽ രക്ഷയില്ല എന്നാണ് ഇമാം മാലിക്കിന്റെ വെപ്പ്. അവരുടെ ജീവിതത്തിൽ ഇത് പിന്നാണ് നടന്നില്ലെങ്കിൽ രക്ഷയില്ല എന്നാണ് ഖുർആനിന്റെ വെപ്പ്. മനസ്സിലായില്ലേ? അവരുടെ ജീവിതത്തിന്റെ ബാക്കിൽ അണിനിരന്നില്ലെങ്കിൽ ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്ന, ഈ നാട്ടിലെ ഖാദിയായ, ഈ നാട്ടിലെ ഖതീബായ, ഈ നാട്ടിലെ മുദരിസായ, ഈ നാട്ടിലെ മുഫ്തിയായ ഇമാമു ദാറുൽ ഹിജ്റ എന്ന് പേര് വെക്കപ്പെട്ട റസൂൽ ഹിജ്റ പോയതായ നാട്ടിന്റെ നേതാവായി ഒരു കാലഘട്ടത്തിൽ വാഴ്ന്നിരുന്ന, ലോകത്തിലുള്ള ജനങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും വരുന്നതിനേക്കാളും കൂടുതൽ ശക്തിയായി ഇറാഖിൽ നിന്നിട്ടും സിറിയയിൽ നിന്നിട്ടും ഈജിപ്തിൽ നിന്നിട്ടും കൂട്ടം കൂട്ടമായിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അടുക്കലേക്ക് വന്ന വ്യക്തിയായ ഇമാമു ദാറുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹത് ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ, ഈ സമൂഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് നന്നാവാൻ പറ്റുന്നതല്ല ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചവരിലൂടെയല്ലാതെ. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ് ഖുർആനിന്റെ തത്വം. ഏത് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, കാസർഗോട്ടുകാരുടെ ഭാഷയിൽ സറാപ്പന്റെ കല്ലുണ്ട്. സറാപ്പൻ അറിയില്ലേ? സറാപ്പൻ പറഞ്ഞാൽ സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ സ്വർണമാണോ അല്ലേ എന്ന് വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സ്വർണം വിൽക്കുന്നവന്റെ അടുക്കലുള്ളതായ കല്ല്, മനസ്സിലായില്ലേ? ആ കല്ലാണ് ഈ ഖുർആനും സുന്നത്തും. എന്ത് തോന്നിവാസങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ, എന്ത് ചിന്താഗതികൾ വിട്ടുകിടക്കുമ്പോൾ സഹിഹായ സുന്നത്ത്, ഖുർആൻ പിന്നെ സഹി എന്ന് പറയാൻ പറ്റുമല്ലോ, അള്ളാന്റെ കലാമല്ലേ, അള്ളാന്റെ കലാമ് സഹിഹായ സുന്നത്ത്, ഇത് രണ്ടിലേക്ക് വരുത്തിയിട്ട് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ തള്ളുക. ഈ അംഗീകരിക്കാൻ വേണ്ടി നമ്മെ ഏൽപ്പിച്ചതായ ഖുർആനാണ് പറയുന്നത്, നിങ്ങൾക്ക് സത്യം കണ്ടെത്തണമോ, എന്നാൽ ഇത് ചൂടാറുന്നതിന് മുമ്പ് ഉൾക്കൊണ്ടതായ സഹാബാക്കൾ, താബിഈങ്ങൾ ജീവിച്ച ജീവിതമായിരിക്കണം. അതാണ് ഇമാം ഷാഫി പറഞ്ഞത്. ഹദീസ് പഠിക്കാത്തവൻ അദ്ദേഹം സുന്നിയല്ല, അഥവാ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ മെമ്പർഷിപ്പ് നൽകാൻ പറ്റുന്ന ആളല്ല, മറിച്ച് അദ്ദേഹം മുബ്തദി ആണ്, അദ്ദേഹം ബിദ്അത്ത് പേര് നടക്കുന്ന ആളാണ് എന്ന് ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ശൈലിയുണ്ട്. പക്ഷികളും പർവ്വതമേ നീ തസ്ബീഹ് ചൊല്ലുക. ആരോടൊപ്പം? ദാവൂദിനോടൊപ്പം. ഒത്തൈറ, അതുപോലെ പക്ഷികളോടും നിങ്ങളും എന്ത് ചെയ്യുക? തസ്ബീഹുകൾ ചൊല്ലുക എന്ന് അല്ലാഹ് കൽപ്പിച്ച വാർത്ത ഖുർആനിലുണ്ട്. അല്ലാഹു പറയുന്നു, അലം തറ അന്നല്ലാഹ, അല്ല നിങ്ങൾക്കറിയാമോ, നമ്മോട് പറയുന്നു, നിങ്ങൾക്കറിയാമോ നിങ്ങളോട് ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു എന്നതിൽ നിങ്ങൾക്ക് അത്ഭുതം വേണ്ട. നിങ്ങൾ കീർത്തിക്കപ്പെട്ടവരാണ്, നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട് തന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ആ വിഭാഗം, നിങ്ങൾ അഥവാ ബുദ്ധിജീവികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അലം തറ നിനക്കറിയാമോ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു, ആകാശത്തിലുള്ള സർവ്വതും അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. ആകാശത്തിലുള്ള സർവ്വതും അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. ആകാശത്തിലുള്ള സൂര്യൻ വരെ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. നമുക്ക് സൂര്യന്റെ കറക്കം മാത്രമാണ് കാണുന്നത്. സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക എന്ന ആ സന്ദർഭത്തിൽ അർശിന്റെ താഴെ നമുക്കതിന്റെ കോലം അറിയില്ലല്ലോ. ഈ സൂര്യന്റെ കോലം തന്നെ നമുക്ക് നേർക്ക് നേരെ നോക്കാൻ പറ്റുന്നില്ല. നോക്കിയാൽ നമ്മൾ കണ്ണ് നഷ്ടപ്പെടും. എന്നിരിക്കുമ്പോൾ അതിന് എന്ത് സംഭവിക്കുമെന്ന് പറയാനുള്ളതായ അവകാശം, അധികാരം അത് സൃഷ്ടിച്ച റബ്ബിനേ ഉള്ളൂ. ആ റബ്ബ് റസൂലിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ റബ്ബ് ഖുർആനിലൂടെ പറയുന്നു, അതടക്കം സുജൂദ് ചെയ്യുന്നുണ്ട്. അതടക്കം സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. മനസ്സിലായില്ലേ? അതങ്ങനെ തന്നെ കണ്ണടച്ച് വിഴുങ്ങ. കാരണം നമുക്കുള്ള ബുദ്ധി ഒരു മത്സ്യത്തിനുള്ളതായ ജീവൻ പോലെയാണ്. മത്സ്യം ജീവിക്കാൻ വെള്ളത്തിന്റെ അകത്തേ പറ്റുള്ളൂ. വെള്ളത്തിന്റെ പുറത്ത് മൂപ്പരെ കൊണ്ടുവന്നാൽ മൂപ്പര് മരിച്ചു. കാരണം മത്സ്യത്തിന് ജീവിക്കാൻ അതിന്റെ അകത്തേ പറ്റുള്ളൂ. എന്ന മാതിരി നമുക്ക് ഒരു പ്രത്യേക അന്തരീക്ഷം അള്ളാഹ് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ബുദ്ധിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിനപ്പുറമുള്ള ബുദ്ധി നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനപ്പുറമുള്ളതിനെ കുറിച്ച് നാം കണ്ണടച്ച് അംഗീകരിക്കുന്നു. അതുകൊണ്ട് നാം മുഅ്മിനീകളാകുന്നു. അതാണ് അല്ലദീന, ആരാണ്? യുമിനൂന ബിൽ ഗൈബി, അദൃശ്യ സംഭവങ്ങളെ കൊണ്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നു. ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ എന്ന ശൈലിയിൽ റബ്ബ് സംസാരിക്കാൻ കാരണം വിശ്വസിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ബുദ്ധിയിലേക്ക് ചേർത്ത് നോക്കുകയാണെങ്കിൽ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റൂല.
അത്രയും ബുദ്ധിക്ക് ഗോചരമല്ല. പക്ഷെ വിശ്വസിക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും ഉണ്ട് എന്ന് റബ്ബ് പറയുമ്പോൾ ആ റബ്ബിന്റെ കൽപ്പന അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? ബുദ്ധിയെ സൃഷ്ടിച്ച റബ്ബിന് കീഴടങ്ങലാണ് യഥാർത്ഥ ബുദ്ധി. ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ബുദ്ധിയെ സൃഷ്ടിച്ച റബ്ബിന് കീഴടങ്ങലാണ് യഥാർത്ഥ ബുദ്ധി. ആ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ എന്നതാണ്. അലം തറ അന്നല്ലാഹ, ഈ ശൈലി, ഞാൻ ഈ പറയുന്ന ശൈലി മലയാളികളോട് പറയേണ്ടി വരുന്നു, ഖേദകരം എന്ന് പറയട്ടെ. ഈ ശൈലി മക്ക ഇമാം, മദീന ഇമാം എന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് അറബി ഭാഷയിലാണ്. അറബികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ബുദ്ധിപൂജ കുറവാണ്. അവർക്ക് അറബി ഭാഷയിൽ പറയുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ തന്നെ കണ്ടണക്കി സ്വീകരിക്കാനുള്ളതായ ആ ചുറ്റുപാടും അന്തരീക്ഷവും അള്ളാഹു അവരുടെ ഭാഷയുടെ കൽപ്പിലൂടെ അവർക്ക് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലിട്ട് ബഹുഭൂരിപക്ഷവും ആ നിലക്ക് തന്നെ നേർക്കുനേരെ ചിന്തിക്കുന്നവരാണ്. അവരിൽ പഴച്ചവർ എന്നല്ല, അവരിൽ നന്നായി ഖുർആൻ മനസ്സിലാക്കാത്തവരില്ല എന്നല്ല, അതൊക്കെ ഉണ്ടാവാം. ആപേക്ഷികമായിട്ട് പറയുകയാണെങ്കിൽ ഈ ബുദ്ധിപൂജകന്മാരും ഹദീസ് നിഷേധികളും ഖുർആൻ നിഷേധികളും ഖുർആനിസ്റ്റുകൾ അങ്ങനെയുള്ള ഖുർആൻ നിഷേധികളും ഇങ്ങനെയുള്ളതായ വിഭാഗങ്ങളൊക്കെ അറബികളുടെ ഇടയിൽ 100-1 1000-1 ഇല്ല, 10,000-1 കുറവാണ്. 10,000-1 അറബികളുടെ ഇടയിൽ നിരീശ്വരവാദികൾ വരെയുണ്ട്. എന്നാൽ ഇവരെ മുസ്ലിം ആയ ശേഷം, ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയ ശേഷം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തിലുള്ള ജീവിത രീതി അറിയലിലൂടെയാണ് മുസ്ലിങ്ങൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക എന്ന ആ സുന്നത്ത് പഠിക്കുന്നതിന് എതിരിൽ ഒരിക്കലും ഇവിടെ അറബികൾ ചിന്തിക്കാറില്ല, ചിന്തിച്ചിട്ടുമില്ല. അല്ലാഹു പറയുന്നു, അലം തറ അന്നല്ലാഹ യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി വശംസു വൽ ഖമറു, സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, ചന്ദ്രൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, വന്നുജൂമു നക്ഷത്രങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, വൽ ജിബാലു പർവ്വതങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, വശജറു വൃക്ഷങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, വദ്ദവാബു ഇവിടെയുള്ള എല്ലാ ജന്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, വകതീറും മിനന്നാസ് മനുഷ്യന്മാരിൽ നിന്നിട്ട് നല്ലൊരു ശതമാനം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. മനുഷ്യന്മാരെ എല്ലാവരും സുജൂദ് ചെയ്യുന്നില്ല, എല്ലാവരും ഇവിടെ സുജൂദ് ചെയ്യുന്നില്ല. സുജൂദ് മനുഷ്യന്മാരെല്ലാവരും ചെയ്യുന്നില്ല. അതുകൊണ്ട് അല്ലാഹു എന്ന് പറയുന്നു, വകതീറും മിനന്നാസ്, മനുഷ്യന്മാരിൽ നിന്നിട്ട് നല്ലൊരു ശതമാനം അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നു. അപ്രകാരം തന്നെ വകതീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, അല്ലാഹ് ശിക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരിൽ നിന്നിട്ട് പലരും അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നു. ഇല്ലേ? അല്ലാഹുക്ക് സന്യാസി സുജൂദ് ചെയ്യുന്നില്ലേ? ദൈവം ഏകനാണെന്ന് അവസാനം പറയുന്നില്ലേ മൂപ്പര്? മറ്റു ദൈവങ്ങളെ പൂജിക്കുന്നുണ്ടെങ്കിലും സന്യാസിക്ക് തത്വമുണ്ട്, എന്ത്? വലിയ ദൈവം അത് തന്നെയാണെന്ന്. ആ വലിയ ദൈവം വിചാരിച്ചാലേ സംഗതിയൊക്കെ നടക്കുള്ളൂ. ഉപദേവങ്ങളുടെ ആവശ്യമുണ്ട് എന്ന വിശ്വാസം കൂടെ ഉണ്ടെങ്കിലും വലിയ ദൈവത്തിന് സുജൂദുണ്ട്, അദ്ദേഹത്തിന് അർപ്പണമുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ജപിക്കലുണ്ട്, അതൊക്കെ സന്യാസന്മാരിലുണ്ട്. അപ്പോൾ ശിക്ഷക്കർഹപ്പെട്ട പലരും ഇവിടെ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? പലരും ശിർക്ക് ചെയ്യുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഷിട്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, കഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം. അവരാണ്, നിങ്ങൾക്കറിയാം, ഈസ നബി അലൈഹിസ്സലാം, അവരുടെ ഉമ്മ മറിയം അലൈഹിസ്സലാം, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരാണ്? ലോക ക്രിസ്ത്യാനികൾ. അവർ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അവരാണെന്ന് വാദിക്കപ്പെടുന്നു, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ മുസ്ലിങ്ങളായി അഭിനയിക്കുന്നവരിൽ അറിവില്ലാത്തവർ അല്ലാഹുവിനെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ, തൗഹീദിലേക്ക് നയിക്കട്ടെ. മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരിൽ നിന്നിട്ട് പലരും അറിഞ്ഞിട്ടോ ചിലപ്പോൾ അറിയാതെയോ അവരും അല്ലാഹു അല്ലാത്ത കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റൗട്ടായി പോകുന്ന അറിയാതെ അവർക്ക് ശിക്ഷയില്ലേ? ഉണ്ട്. അവർക്ക് സ്വർഗമുണ്ടോ? തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പരലോകത്തിൽ രക്ഷയില്ല. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് അവർക്കില്ല. അല്ലാഹു നമ്മെ ആ ഇനത്തിൽ പെടുത്താതിരിക്കട്ടെ. അപകടമാണ്. അപ്പോൾ അവർ ശിക്ഷക്കർഹരാണ്. അല്ലാഹു പറയുന്ന ഇനത്തിൽപ്പെട്ടവരാണ്. വകതീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, ശിക്ഷക്ക് അർഹപ്പെട്ടവരിൽ നിന്നിട്ട് പലരും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു പറയുന്നു, വമൻ യുഹ്നില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, ഒരുത്തൻ നിന്യനാക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ, അല്ലാഹനെ ആദരിക്കാതിരിക്കുമ്പോൾ അല്ലാഹു അവനെ നിന്യനാക്കുന്നു, അല്ലാഹനെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ അല്ലാഹു അവനെ നിന്യനാക്കുന്നു. ക്ഷീണം വരുന്നുണ്ടോ? ക്ഷീണം മാറ്റാം പെട്ടെന്ന്. ക്ഷീണമുണ്ടെങ്കിൽ ഒന്നാമതായി ഞാനിവിടെ പറയാറുള്ളത് പോലെ ഈ നമ്മുടെ കഠിന ശത്രുവായ പിശാചിന് എന്തോ ഒരു ദേഷ്യമാണ് നമ്മൾ കണ്ടിട്ട്.
എന്ത് റസൂൽ നമസ്കരിച്ച പള്ളിയാണെന്നൊക്കെ പറയുന്ന പള്ളിയിൽ ജുമാ നമസ്കരിച്ച ശേഷം പിന്നെയും പള്ളിയിൽ പോയിട്ട് തന്നെ ഈ കൂട്ടിന് ഇരിക്കല്ലേ, ചോറ് തിന്നാൻ പോയിക്കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർക്കാൻ പോയിക്കൂടെ, വേറെ ജോലിയൊന്നുമില്ല ഇവർക്ക്. ഇത് കണ്ടിട്ട് എലിമിന്റെ നിങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് എന്തോരു പ്രയാസം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കും? അവനെ കൊണ്ട് സാധിക്കുന്നതിൽ പെട്ടതൊന്നും പിടിച്ചുറക്കാന്നുള്ളതാണ്, വേറൊന്നും പറ്റൂലല്ലോ. അങ്ങനെ ഉറക്കാൻ വേണ്ടി ചിലപ്പോൾ പരിശ്രമിച്ചേക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരെ കുറിച്ചല്ലേട്ടാ, ക്ഷീണം മാറാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരെ കൊണ്ട് പെരുപ്പവും അള്ളാഹുവിന് സുജൂദ് ചെയ്യാത്തവരുടെ രീതിയും അവരെ അള്ളാഹ് നിന്യരാക്കി കളയുമെന്ന വാർത്തയും പറയുമ്പോൾ ഇബ്ലീസിന് ദേഷ്യം, ഇബ്ലീസിന് കോപം ഇത് കേട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. കാരണം ഒരു സുജൂദ് വേണ്ടാന്ന് വെച്ചപ്പോഴാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. പിന്നെ നിങ്ങളെ കൊണ്ടല്ലേ ജീവിതം മുഴുവൻ സുജൂദ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ സംസാരിക്കുമ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ കേൾക്കുന്നത് സമ്മതിക്കാൻ പാടില്ല എന്ന തത്വമാണ് മൂപ്പർക്കുണ്ടാവുക. നാം അതിന് വിട്ടുകൊടുക്കാൻ പറ്റൂല. നാം അതിനെതിരിൽ പോരാടിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ശൈലി കേട്ടില്ലേ? ഒമയ്യുനില്ല എന്തേ ഇന്ന് ഇമാം പൊട്ടിക്കരഞ്ഞല്ലേ പല സന്ദർഭത്തിൽ, ഓർക്കുന്നില്ലേ? ഇമാമിന് ഖുതുബ പൂർത്തിയാക്കാൻ പറ്റിയില്ല. എന്തിനാണ് കരഞ്ഞത് നിങ്ങൾ അറിയാമോ? ഏത് സന്ദർഭത്തിലാണെന്ന് കരഞ്ഞത് നിങ്ങൾ അറിയാമോ? ഈ മനുഷ്യന്മാരോടാണ് റബ്ബ് പറയുന്നത്, റബ്ബിന് സുജൂദ് ചെയ്യാൻ, റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, റബ്ബിനെ ആദരിക്കാൻ, റബ്ബിനെ ബഹുമാനിക്കാൻ, അതിനെ വിലവെക്കാതെ, അതിനെ കൂട്ടാക്കാതെ, അതിനെ അവഗണിച്ചുകൊണ്ട് ആ മനുഷ്യൻ തന്നെ ശിർക്കിന്റെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ കീർത്തിക്കപ്പെടാത്ത ആകാശഭൂമികൾക്ക് പ്രയാസമുണ്ടാകുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോഴാണ് മൂപ്പര് കരഞ്ഞത്. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا وإن كل من في السماوات والأرض إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا لا حول ولا قوة إلا بالله. എന്താണ് ശിർക്കിന്റെ പദങ്ങൾ കേൾക്കുമ്പോൾ ആകാശങ്ങൾ പിളരാനെടുക്കുകയാണ്. പ്രയാസമാണ്, ആകാശത്തിന് കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഭൂമികൾ പൊട്ടി നശിക്കാൻ, പിളരാനത് അടുക്കുന്നു. ജിബാലും അങ്ങനെ തന്നെ, പർവ്വതങ്ങൾ. എന്ത് ശിർക്കിന്റെ പദം കേട്ട് സഹിക്കാൻ പറ്റുകയില്ല. ഭൂമിയെ സൃഷ്ടിച്ച രക്ഷിതാവിനെ ഭൂമിക്കറിയാം, ആകാശത്തെ സൃഷ്ടിച്ച രക്ഷിതാവിനെ ആകാശത്തിനറിയാം, പർവ്വതങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിനെ പർവ്വതങ്ങൾക്കറിയാം. അവകളെയെല്ലാം സൃഷ്ടിച്ചതായ രക്ഷിതാവിനെ മനുഷ്യബുദ്ധിക്ക് അറിയുന്നില്ലെങ്കിൽ, ആ ബുദ്ധി അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ, ആ ബുദ്ധി അള്ളാഹുവിനെതിരിൽ ഇവിടെ ശിർക്ക് ചെയ്തുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇവർ കരയാതിരിക്കുമോ? അതാണ്. അപ്പോൾ ഇവിടെ ആകാശങ്ങളും ഭൂമികളും കരയുന്നുണ്ട്. നോക്കുങ്ങൾ ഫറോവയുടെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞ ശരി. അത് ഇങ്ങനെ കവികൾ പറയുന്ന ശൈലികളല്ല അത്. യഥാർത്ഥത്തിൽ അലങ്കാരിക പദം എന്നാ പറയുക, അതല്ല അത്. കം തറകൂ മിൻ ജന്നാതിൻ വഅയൂൻ وزروع ومقام كريم ونعمة كانوا فيها فاكهين. എത്ര കൃഷിത്തോട്ടങ്ങളെ, എത്ര രമ്യങ്ങളെ, എത്ര പൂന്തോപ്പുകളെ, എത്ര നല്ല കൃഷിസ്ഥലങ്ങളെയാണ് അവരൊഴിവാക്കി പോയത്, അവരല്ല നശിപ്പിച്ചപ്പോൾ. എന്നിട്ട് ആ അള്ളാന്റെ ശിക്ഷയ്ക്ക് അവകാശികളായ ഫറോവയും കൂട്ടുകാരും, അതുപോലെ ഇവിടെ ശിക്ഷിക്കപ്പെട്ടതായ പല സമൂഹങ്ങളുണ്ട് ശിർക്ക് ചെയ്തത് കാരണത്താൽ. അവരെ കുറിച്ച് അള്ള പറഞ്ഞ ശേഷം അള്ള പറയുന്ന ശൈലി കേൾക്കുക. അവർ മരിച്ചത് കാരണത്താൽ ആകാശമോ ഭൂമിയോ കരഞ്ഞിട്ടില്ല. അതിൻ്റെതാകുന്ന കരച്ചിലുണ്ട്. അതാണ് ഇവിടെ അല്പ ദിവസങ്ങൾ കൊണ്ട് മാത്രം മദീനയിലേക്ക് റസൂൽ എത്തിയ ശേഷം അല്പവർഷങ്ങൾ മാത്രം, സുബ്ഹാനല്ലാഹ്, 35 വയസ്സുള്ള വ്യക്തി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. നോക്കൂ, ഹിജ്റയുടെ 4 അല്ലെങ്കിൽ 5-ാമത്തെ വർഷത്തിലാണ് ഖന്തഖ് യുദ്ധം നടന്നത്. അപ്പോൾ 6 വർഷമേ പഴക്കമുള്ളൂ ഇസ്ലാമിൽ ആ മഹാവ്യക്തിത്വത്തിന്. ആ വ്യക്തിത്വം ഷഹീദായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നു, ബുഖാരിയിലാണ് സംഭവം, അള്ളാഹിന്റെ അർശ് മുസ്ലിമിലാണ് സംഭവം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അള്ളാഹിന്റെ അർശ് കിടുകിടുക്കുകയുണ്ടായി എന്ന്. അതാണ് ഇമാം ഇന്ന് റസൂലുള്ളാഹി ഉഹദ് പർവ്വതത്തിന്റെ മീതെ കയറിയപ്പോൾ ഉഹദ് പർവ്വതം ചലിച്ചു. ചിലപ്പോൾ ബുദ്ധിപൂജ
നടത്തുന്നവർ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു അത് ആലങ്കാരിക ശബ്ദമല്ല, യഥാർത്ഥത്തിൽ അത് നമ്മോട് സ്നേഹിക്കുന്നു, നാം സ്നേഹിക്കുന്നു എന്ന് റസൂൽ പറഞ്ഞതായ പർവ്വതത്തിന്റെ യഥാർത്ഥ കിലുക്കങ്കിലിയതാണ്. അപ്പോഴാണ് വടികൊണ്ട് തട്ടിയും കൊണ്ട് അടങ്ങൂ, എന്റെ മീതെ 2 ഷഹീദുണ്ട്, ഒരു നബിയുണ്ട്, ഒരു സിദ്ദീഖുണ്ട് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതേ സംഭവം വേറെ സുബൈർ ഇബ്നുൽ അവാം അടക്കമുള്ള കുറെ കൂടുതൽ പേര് സഹാബാക്കൾ ഉള്ളതായ ഹിറയിൽ വെച്ചിട്ട് സംഭവിച്ചു എന്നും മഹാനായ ഇമാമ് ഇന്ന് പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി. മനസ്സിലായില്ലേ? അപ്പോൾ അവിടേക്ക് നാം മനസ്സിലാക്കേണ്ടത് കീർത്തിക്കപ്പെടാത്തതായ ജന്തുക്കളും അതുപോലെ തന്നെ സാധാരണ കല്ലുകളും പർവ്വതങ്ങളുമെല്ലാം അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടവരോട് ഇഷ്ടപ്പെടുമ്പോൾ, അള്ളാഹു സ്നേഹിച്ചവരോട് സ്നേഹിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ, അതൊക്കെ സഹിഹായ ഹദീസിലാണ്, ബുഖാരിയിലാണ്, ചിലപ്പോൾ മുത്തഫഖുൻ അലൈഹിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മക്കയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മക്കയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞതായ കല്ലിനെ എനിക്ക് പരിചയമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹം കരഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി മദീനത്തെ പള്ളിയിൽ. അദ്ദേഹം പറയുന്ന ഉള്ളടക്കം മാത്രം ഉൾക്കൊണ്ടതിന്റെ പേരിലല്ല ഞാൻ കരഞ്ഞത്, നമ്മുടെ നാട്ടിനെ ഓർത്തുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലുള്ള വിഭാഗം, ഈ നാട്ടിലുള്ള പണ്ഡിതന്മാരും നേതാക്കളും ഈ ഗവൺമെന്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ആരോപിക്കുന്നുണ്ടല്ലോ. ഇവര് എത്ര കൂടുതൽ അവര് മനസ്സിലാക്കിയേക്കാളും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരല്ലേ എന്നതും കൂടി ഓർത്ത് അത് കൂട്ടിച്ചേർത്തിട്ടായിരുന്നു ഈ സാധുവിന്റെ കരച്ചൽ അദ്ദേഹം കരഞ്ഞ വേളയിൽ. അത് നാം ചിന്തിക്കേണ്ട ഭാഗമാണ്. നമ്മുടെ നാട്ടുകാർ ഈ നാട്ടിലുള്ള നേതാക്കളെ കുറിച്ച് അവിടെയുള്ള അറിവില്ലാത്തവര് അള്ളാഹു റസൂലെ സ്നേഹിക്കാൻ വേണ്ടി ഇല്ലാത്ത നൂലാമാലകളും റസൂലുള്ളാഹിനെ ആക്ഷേപിക്കലും റസൂലുള്ളാഹി പറയാത്തത് പറയലും റസൂലുള്ളാഹി ചെയ്യാത്തത് ചെയ്യലും എന്നിട്ട് റസൂലുള്ളാഹിനെ സ്നേഹം പറയലും ആണ്. ഇവിടെ പണ്ഡിതന്മാർ ഉള്ളത് മാത്രം കഴിവിന്റെ പരമാവധി സഹീഹായ ഹദീസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ പോഴ്ത്തുന്ന വാഴ്ത്തുന്ന ശൈലിയാണ് മദീന മിമ്പറിന്റെ മീത ലോകം ഇന്ന് കണ്ടത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് നെറ്റിൽ കൂടി ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ മനസ്സിലാക്കണം, നല്ലൊരു ശതമാനം ഇവിടെ നെറ്റിൽ കൂടി ശബ്ദം കേൾക്കുന്നവരുണ്ട്. നമ്മേക്കാളും കൂടുതൽ പേര് അവിടെ ഉണ്ടാവാം കേൾക്കുന്നവരിൽ. അവരും മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അങ്ങനെയുള്ള സഹോദരന്മാർക്ക് ഈ പുണ്യഭൂമിയിലേക്ക് വരാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു വരാനുള്ള തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, അതെ, പർവ്വതങ്ങൾ وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله. എന്തു വേണം ഇതിനേക്കാളും നല്ല വ്യക്തമായ ഖുർആനിന്റെ ശൈലി? ഇതിനേക്കാളും വ്യക്തമായ ശൈലി എന്താ വേണ്ടത്? وإن من الحجارة കല്ലുകളിലുണ്ട് ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ വെള്ളം ഒഴുകി വരുന്നതായ കല്ലുകളുണ്ട്. വഇന്ന മിൻഹാ, ആ കല്ലുകളിലുണ്ട് ലമാ യശഖഖു, അത് പൊട്ടിപ്പിളരുന്നു. ഫയഖ്റുജു മിൻഹുൽ മാ, പൊട്ടിപ്പിളർന്ന ശേഷം വെള്ളം ഒഴുകുന്നു. വഇന്ന മിൻഹാ, ആ പർവ്വതങ്ങളിലുണ്ട് ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, അത് മീദേ 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 നിന്ന് അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് താഴെ വീഴുന്നതായ കല്ലുകളുണ്ട്. അവസാനം പറയുന്ന അല്ലാഹനെ ഭയപ്പെട്ടത് കൊണ്ട് എന്നത് ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾക്കും ബാധിക്കുന്നതാണ്. ഈ കല്ലുകളെല്ലാം അതിൽ നിന്നിട്ട് വെള്ളമൊഴുകുന്നതും ഇതെല്ലാം അള്ളാഹനെ പേടിച്ചിട്ടുള്ള കരച്ചിലാണെന്നാണ് അള്ളാഹ് പറയുന്ന ഖുർആനിൽ. പേടിക്കാൻ മാത്രം ശക്തനാണ് റബ്ബ്. അവന്റെ ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, അവന്റെ പിടിച്ച് ശിക്ഷിക്കും, മഹാശിക്ഷയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിടുത്തത്തിൽ പെട്ടുപോയാൽ അവൻ അനുഗ്രഹിക്കാത്തവന് രക്ഷയില്ല. അവൻ ഗഫൂറാണ്, റഹീമാണ് എന്ന് പരിചയപ്പെടുത്തി തരുന്ന റബ്ബ് ഖുർആനിൽ അതേ ആയത്തിൽ തന്നെ ശദീദുൽ ഇഖാബ്, മഹാശക്തൻ, മഹാശക്തിയിൽ ശിക്ഷിക്കുന്നവൻ എന്ന ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കണം. എന്നാലേ നമ്മുടെ ജീവിത ശൈലി രീതി മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ കയ്യിൽ പേറാൻ പാടില്ലാത്തതായ റിമോട്ട് കൺട്രോളുകൾ അഥവാ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ രീതി,
അത് ലാപ്ടോപ്പിലൂടെ ആവട്ടെ, അത് മൊബൈലിലൂടെ ആവട്ടെ, ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഏതായിരുന്നാലും യന്ത്രങ്ങളൊക്കെ നന്മക്കും തിന്മക്കും ഉപയോഗിക്കാമെങ്കിലും ഇന്ന് ഉപയോഗിക്കുന്നത് 190% പേരും തിന്മക്ക് വേണ്ടിയാണ് എന്നതാണ് കഷ്ടം. അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ യുവാക്കളെ, യുവതികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഇന്ന് മദീന ഇമാമ് വിവരിച്ചതായ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അഫ്ആലുകൾ, അള്ളാഹുക്ക് തസ്ബീഹുകൾ, തഹ്ലീലുകൾ, അള്ളാഹുവിന്റെ ശക്തികളിൽ നിന്നിട്ട് മലക്കുകളും അതുപോലെ തന്നെ പർവ്വതങ്ങളും അതുപോലെ തന്നെ ഭൂമികളും ആകാശങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴെങ്കിലും ഇമാം ഖുത്ബ സമാപിച്ചപ്പോൾ പറഞ്ഞു, ബുദ്ധിജീവികളെ, നാമല്ലേ ഇത് ശരിക്ക് നിർവഹിക്കേണ്ടവര്, നമ്മയല്ലേ അള്ളാഹു കീർത്തിച്ചിട്ടുള്ളത്, അവരോടുള്ള കീർത്തിച്ചിട്ടില്ലല്ലോ. അവരോടെന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളോടും ആകാശങ്ങളോടും ഭൂമികളോടും ജന്തുക്കളോടും എന്നർത്ഥം, എന്നല്ലാതെ മലക്കളോടെന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽപ്പെട്ടതാണ് സുബ്ബൂഹ്, ഖുദ്ദൂസ്. സുബ്ബൂഹ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധനാക്കപ്പെട്ടവൻ, ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പവിത്രതയുള്ളവൻ, പവിത്രതയുണ്ടാക്കപ്പെട്ടവൻ, ബർക്കത്ത് എന്ന വാക്കാണ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാം മുഖറബികൾ എന്ന് പേര് വെക്കുന്ന ഒരു വിഭാഗമാണ് ബുദ്ധി മാത്രമുള്ള വിഭാഗമായ ശക്തികൾ. ആരാണവർ? മലക്കുകൾ. മലക്കുകൾക്ക് ബുദ്ധി മാത്രമാണ്, അവർക്ക് എന്തില്ല? ശഹവത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത രീതിയെക്കുറിച്ച് അള്ളാഹ് അവരെ പരിചയപ്പെടുത്തുന്നു. ഇന്നാല നഹ്നു സാഫൂൻ, ഞങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ അണിയണിയായി നിൽക്കുന്നവരാണ്. വഇന്നാല നഹ്നുൽ മുസബ്ബിഹൂൻ, ഞങ്ങൾ അള്ളാഹ്ക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്ന ആളാണ്. അവരുടെ ജോലി അതാണ്. യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തറൂൻ, രാത്രിയും പകലും തസ്ബീഹുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, ക്ഷീണം വരാറില്ല. ഇമാം എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ബൈത്തുൽ മാമൂറിലേക്ക്, ഞാൻ തെറ്റിയോ പറഞ്ഞിട്ട്? രാത്രിയും ബൈത്തുൽ മാമൂർ എന്ന ആ സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ രാത്രിയിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കുന്നു, അള്ളാഹുക്ക് സ്തുതികീർത്തനങ്ങൾ നടത്തുന്നു. റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ മലക്ക് ജിബ്രീൽ മറുപടി പറയുകയുണ്ടായി, ഇവര് ഒരു പ്രാവശ്യം കടന്നവര് പിന്നെ കടക്കുക തന്നെയില്ല. കോലപ്പെടുത്താൻ പറ്റില്ല. ഒരു പ്രാവശ്യം കടന്ന 70,000 പേരുടെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി അന്ന് അവസാനിച്ചു. പിന്നെ കടക്കുന്നവർ പുതിയവരാണ്. അങ്ങനെയാണ് അവർ അള്ളാഹുവിന്റെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂൽ പറഞ്ഞ ശൈലി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആകാശത്തിൽ മഹാശബ്ദ കോലാഹലം, ഒട്ടകത്തിന്റെ ശബ്ദം പോലത്തതായ ശബ്ദ കോലാഹലം, അതാണ് അതീത്ത് എന്ന് പറയുക. ما فيها موضع 4 أصابع إلا وفيه ملك ساجد أو راكع. ആകാശത്തിൽ ഒരു 4 വിരൽ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒന്നിരിക്കലോ മലക്ക് സുജൂദിൽ അല്ലെങ്കിൽ മലക്ക് റുക്കൂഇൽ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ചുരുക്കം ചിരിച്ചിരുന്നേനെ, വളരെ കൂടുതൽ കരഞ്ഞിരുന്നേനെ. നിങ്ങൾ ഭാര്യമാരുമായിട്ട് സമ്പർക്കം പുലർത്താൻ വരെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുകയില്ലായിരുന്നേനെ. നിങ്ങൾ എല്ലാവരും കൂട്ടത്തോടു കൂടി മരുഭൂമിയിൽ ചെന്നിട്ട് റബ്ബേ 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 ശരണം ശരണം രക്ഷ 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 എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കേണപേക്ഷിച്ചിരുന്നേനെ. ഞാൻ അറിയുന്നതായ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് യാഥാർത്ഥ്യം. നമുക്കതറിയാൻ ടൈമില്ല. ജീവിത തിരക്ക്, ജീവിതത്തിൽ മഹാതിരക്കിലാണ് നാം. ഒഴിവാക്കണം തിരക്ക്. ആവശ്യമുള്ള തിരക്ക് മാത്രം മതി. നമുക്ക് മരണത്തിന് ഒരുങ്ങണം, നമുക്ക് പരലോകമോക്ഷത്തിന് ഒരുങ്ങണം, നമുക്ക് കോടാന അറ്റമില്ല കോടി കൊല്ലം ജീവിക്കാനുള്ളതായ ഒരുക്കം നമ്മളിൽ ഉണ്ടാവണം. അതിനാവശ്യമുള്ള യഥാർത്ഥ ക്ലിയറായ കരിഞ്ചന്തയില്ലാത്ത വിശ്വാസം ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന മഹാസമൂഹം ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ പാർട്ടി പൂജയോ സംഘടന പൂജയോ വ്യക്തി പൂജയോ ഇതൊന്നും പാടുള്ളതല്ല. ഇല്ല. നമുക്ക് സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന, ഖുർആനും സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ഒരു സമൂഹം വാർത്തെടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഒരുങ്ങുക. അത് എവിടെ ആരായിരുന്നാലും വിരോധമില്ല. നിങ്ങൾക്കറിയാമല്ലോ, അല്ലേ? ഇടിമുട്ടുമ്പോൾ എന്താ പറയാ? നമ്മൾ കേൾക്കുന്ന ഇടിമുട്ടലാണ്, കാണുന്നത് മിന്നറിയലാണ്, അല്ലെ? മിന്നറിയുന്നതിന് മുമ്പ് ഇടിമുട്ടുന്നതിന് മുമ്പ് എന്ത് വരും? മിന്നു വരും. എന്തുകൊണ്ട്? ഇടിയേക്കാളും ശബ്ദത്തെക്കാളും സ്പീഡാണ് എന്തിന്? വെളിച്ചത്തിന്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലെ? അപ്പോൾ എന്ത് പറയണം? അല്ലെ? എന്താ അർത്ഥം? ഈ ഇടി റബ്ബിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നു, മലക്കുകൾ
അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നു. മലക്കുകൾ അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡുകളുണ്ട്. ഞങ്ങൾ ഒരാൾക്ക് ഒരു പ്രത്യേക, എല്ലാവരും ഒരുപോലെയല്ല. ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ നിർത്തും, അവിടുന്ന് അപ്പുറം എത്തിക്കഴിഞ്ഞാൽ മറ്റാൾ നിർത്തും, പിന്നെ അതിന് മീതെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾ നിർത്തും. അവസാനം അള്ളാഹിന്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും പ്രവേശിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ എല്ലാവർക്കും പ്രത്യേക പ്രത്യേക ഗ്രേഡുകളാണ് എന്ന് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലദീന യഹ്മിലൂനൽ അർശ, അർശിനെ ഏൽക്കുന്നവർ, ومن حوله ومن حوله يسبحون بحمد ربهم, അതിന്റെ പരിസരത്തുള്ളവർ അല്ലാഹുവിന്റെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നു. വയുമിനൂന ബിഹി, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു. ശ്രദ്ധിക്കുക, ഞാൻ ഒരു ക്ലാസ്സിൽ മുഴുവനും സംസാരിച്ച സബ്ജക്റ്റാണ് ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നത്. ഒരു ക്ലാസ്സിൽ മുഴുവനുമായി സംസാരിച്ചിട്ടുണ്ട് 5, 8, 10 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഓർക്കുന്നില്ല. മലക്കുകൾ മാഫിന് ചോദിക്കുന്നവർ, മലക്കുകൾ മാഫിന് ചോദിക്കുന്നവർ. അപ്പോൾ മലക്കുകൾ മാഫിന് ചോദിക്കുന്ന, മലക്കുകൾ പൊറുക്കലിനെ ചോദിക്കുന്ന, മലക്കുകൾ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പറയുന്ന കുറെ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവരാരാണ് എന്ന് ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. അത് മനസ്സിലാക്കുക. പൊറുക്കലിനെ ചോദിക്കുന്നു, മാഫിന് ചോദിക്കുന്നു. ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് വേണ്ടി. ശ്രദ്ധിക്കുക, എന്തായി കേൾക്കുന്നത്? പാർലമെന്റിന്റെ പരിസരമല്ല, അസംബ്ലിയുടെ പരിസരമല്ല, മറ്റേതെങ്കിലും ലോക നേതാക്കളുടെ കൊട്ടാരത്തിന്റെ പരിസരമല്ല. പിന്നെയോ റബ്ബിന്റെ സിംഹാസനമെന്ന് വേണമെങ്കിൽ വിശേഷിക്കാൻ പറ്റുന്ന ഖുർആനിന്റെ ഭാഷയിൽ അർശ് എന്ന് റബ്ബ് പരിചയപ്പെടുത്തുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. മാന്യനായ അർശിന്റെ ഉടമയെന്ന് റബ്ബ് വിശേഷിപ്പിക്കുന്ന, നമുക്ക് കൊല്ലപ്പെടുത്താൻ പറ്റാത്തതായ ആ അർശിന്റെ പരിസരത്തിൽ ഇരിക്കുന്ന മലക്കുകൾ, റബ്ബേ നീ പുറത്തു കൊടുക്കണം റബ്ബേ സത്യവിശ്വാസികൾക്കെന്ന് നമുക്ക് വേണ്ടി മാഫിന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് ഖുർആൻ. ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا. നീ വിശാലമായ അനുഗ്രഹത്തിന്റെ ഉടമയല്ലേ, അതുകൊണ്ട് നിന്നോട് പാശ്ചാത്തപിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ രക്ഷിതാവേ എന്ന് മലക്കുകൾ റബ്ബിനോട് പറയും. വത്തബഉ സബീലക, നിന്റെ റൂട്ട് കണ്ടെത്തിയവർക്കും വഖിഹിം അദാബൽ ജഹീം, നരകാശിക്ഷയിൽ നിന്നിട്ട് അവരെ നീ മോചിപ്പിക്കണേ റബ്ബേ. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദിനിൻ അല്ലതി വഅദ്തഹും, നീ വാഗ്ദാനം ചെയ്തതായ സ്വർഗത്തിലേക്ക് അവരെ നീ കടത്തേണമേ രക്ഷിതാവേ എന്ന് അവരെ പ്രാർത്ഥിക്കും. അവരുടെ കുട്ടികൾ നിന്നിട്ട് നന്നായവര്, അവരുടെ ഭാര്യമാരിൽ നിന്നിട്ട് നന്നായവര്, അവരുടെ സന്തതികളിൽ നിന്ന് നന്നായവര്, അഥവാ ഈ മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ മോമിനീങ്ങളുടെ കുട്ടികൾ, സന്താനങ്ങൾ, മക്കൾ, ഭാര്യമാർ, അവരിൽ നിന്നിട്ടൊക്കെ ആരൊക്കെ നന്നായിട്ടുണ്ട് അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം, അവരൊക്കെ നീ നരകത്തിൽ രക്ഷപ്പെടുത്തണം, അവർക്കൊക്കെ നീ സ്വർഗം നൽകണം എന്ന് അർശിന്റെ പരിസരത്തിൽ ഇരുന്നുകൊണ്ട് മലക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള മലക്കുകൾ പ്രാർത്ഥിക്കുന്നവരിൽ നാം പെടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, നാൽക്കാലികൾ പ്രാർത്ഥിക്കുന്നു, അഥവാ തുയൂറുകൾ പ്രാർത്ഥിക്കുന്നു, പക്ഷികൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. ഇന്നക അൻതൽ അസീസുൽ ഹകീം. മലക്കുകൾ പറയുന്ന വാക്കുകൾ കേൾക്കുക നമുക്ക് പാഠം. ദോഷകരമായ ഭാഗങ്ങളിൽ നിന്നിട്ട് അവരെ നീ കാക്കണം റബ്ബേ. ആരെങ്കിലും ദോഷകരമായ ഭാഗത്തിൽ നിന്നിട്ട് നീ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നീ അനുഗ്രഹിച്ചവരായി മാറി റബ്ബേ. സഹോദര സഹോദരിമാരെ, അതെ, അപ്പോൾ ഇമാമ് വളരെ ശക്തിയായ ശൈലിയിൽ സംസാരിച്ചതായ ഇമാം സംസാരിച്ചതായ ശൈലിയെ കേരളീയർക്ക് അനിവാര്യമാണ്, ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്ന ഭാഗങ്ങൾ പ്രത്യേകം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതായ ശൈലിയാണ് നിങ്ങൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നാം പറഞ്ഞതിനെ സാലിഹായ അമലാക്കി മാറ്റട്ടെ. വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാഫി ചെയ്ത് തരുമാറാകട്ടെ. സത്യത്തിനെ സത്യം പോലെ പഠിച്ച് മനസ്സിലാക്കി ലോകത്തിലുള്ള ഒരു ശക്തിയെയും വ്യക്തിയും ഭയപ്പെടാത്ത രീതിയിൽ സത്യത്തിനെ സത്യം പോലെ പ്രഖ്യാപിക്കാനുള്ള സ്ഥൈര്യവും ധൈര്യവും മുസ്ലിം ലോക നേതാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ഐക്യത്തോടെ ഏകോദര സഹോദരന്മാരായി തൗഹീദിന്റെ പതാകയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്നതായ ഒരു മുസ്ലിം സമൂഹമാക്കി നമ്മെ റബ്ബ് മാറ്റട്ടെ. അല്ലാഹുമ്മ صل على محمد وعلى آل محمد أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد دعوتنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا فأشغله في نفسي واجعل تدبيره تدميره يا رب العالمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما والحقنا بالصالحين. نعوذ بك من علم لا ينفع وقلب لا يخشع ونفس لا تشبع وعين لا تدمع ودعاء لا يستجاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا وآتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.